മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വേണ്ട ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. DGPക്കാണ് റവാഡ ചന്ദ്രശേഖരനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുള്ളത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി DGPക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ്? അതിവേഗം ഇയാളെ പിടികൂടാനുള്ള നിർദ്ദേശം, അതുപോലെ തന്നെ ജയിൽ വകുപ്പാണ്, ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്, അന്വേഷണം ആ വഴിക്കാണ് നടക്കേണ്ടത്. ആദ്യ പരിഗണന എന്ന് പറയുന്നത് ഈ ഗോവിന്ദചാമിയെ കണ്ടെത്തുക, പിടികൂടുക എന്നുള്ളതാണ്. ആ നിർദ്ദേശമാണല്ലോ DGPക്ക് പോയിട്ടുള്ളത്? തീർച്ചയായും ശരത്ത്, ആ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ജയിൽ ചാടിയ പ്രതി ഗോവിന്ദചാമിയെ പിടികൂടുക, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടി അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് DGP റവാഡ ചന്ദ്രശേഖരന് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖരൻ കണ്ണൂരിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പൊതുഗതാഗത സംവിധാനം കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം. ഷീജ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കണ്ണൂരിൽ തന്നെയുള്ള സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി, ക്രമസമാധാന ചുമതലയുള്ള DGP റവാഡ ചന്ദ്രശേഖർ സ്ഥലത്ത് തന്നെയുണ്ട്, കണ്ണൂരിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങൾക്ക് ആകെ മേൽനോട്ടം വഹിച്ച് സംസ്ഥാനത്തിന്റെ DGP തന്നെ രംഗത്തുണ്ട് എന്ന നിലയിൽ തന്നെ അതിനെ കാണാവുന്നതാണ്. കണ്ണൂരിൽ തന്നെയാണ് DGP ഉള്ളത്. തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഇക്കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് സ്പോട്ടിൽ DGP ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഷീജ പറഞ്ഞതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഈ നിർദ്ദേശം അടിയന്തരമായി അതിവേഗം ഇയാളെ പിടികൂടണം എന്ന നിർദ്ദേശം നൽകുമ്പോൾ തന്നെ രാവിലെ ഈ വിവരം പോലീസിലേക്ക് എത്തിയത്, കാരണം ജയിലിനുള്ളിൽ നിന്നാണ് ഇയാൾ ചാടിപ്പോയത്. അപ്പോൾ ജയിലിൽ നിന്നാണ് പോലീസിലേക്ക് ഈ വിവരം എത്തേണ്ടത്. അവിടെ മുതലാണ് പോലീസിൻ്റെ റോള് വരുന്നത്, ഉത്തരവാദിത്വം വരുന്നത്. ആ നേരം മുതൽ ഈ നേരം വരെ ഏതൊക്കെ തരത്തിൽ പോലീസ് പ്രവർത്തിച്ചു, അന്വേഷണം ഏതൊക്കെ തലത്തിൽ വ്യാപിപ്പിച്ചു, അതിന് വളരെ കൃത്യമായി വിദഗ്ധരായ, അതായത് ഇത്തരം ജയിൽ പുള്ളികൾ ജയിലിൽ ചാടുമ്പോൾ, കൊടുക്രിമിനലുകൾ ജയിൽ ചാടുമ്പോൾ അതിനുവേണ്ടി സജ്ജമാക്കി, അതിനുവേണ്ടി നാടിൻ്റെ നാനാഭാഗത്തേക്കും പോകാനും ഇവരെ കണ്ടെത്താനും വൈദഗ്ധ്യമുള്ള സേനയിലെ, ഫോഴ്സിലെ ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി ചേർത്ത് പ്രത്യേക ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ടോ? അവരെ വിവിധ തലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ? കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടാൽ അതും ഒരു കൊടും ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഏതൊക്കെ വഴികൾ സ്വീകരിക്കാം, എവിടേക്കൊക്കെ നീങ്ങിയേക്കാം, അതിനുള്ള സാധ്യതകൾ എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് വിപുലമായ അന്വേഷണ സംഘത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ടോ? ആ കാര്യങ്ങളൊക്കെയും സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ അറിയിക്കാൻ, വിശദീകരിക്കാൻ DGP ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് ഇതിനോടകം ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടാകാം. ഷീജയാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഷീജ പറഞ്ഞതിലുമുള്ളത്. ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിൽ തന്നെയാണുള്ളത്. ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം നേരിട്ട് അദ്ദേഹം നടത്തുകയാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി DGPക്ക് കൊടുത്ത നിർദ്ദേശം അതിവേഗം ഇയാളെ പിടികൂടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായി ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതനുസരിച്ച് ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ, ഈ ജയിൽ ചാട്ടത്തിൻ്റെ ഒരു സ്വഭാവം പരിഗണിച്ചുകൊണ്ട് അത്തരം കേസുകളിൽ പ്രതികളെ പിന്തുടർന്ന് പിടികൂടാൻ വൈദഗ്ധ്യമുള്ള പോലീസ് സേനയിലെ, മുൻപ് ഇത്തരം കേസുകളിലൊക്കെ ആ ടീമിൽ പ്രവർത്തിച്ചിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ, അത് പല ഭാഗത്തുമാകാം, അത് കണ്ണൂരിൽ തന്നെ എന്ന നിലയ്ക്കല്ല, പല ഭാഗത്ത് ഉള്ളവരാകാം, അവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ കേസിലേക്ക് എത്തിക്കുക, ഈ കേസിൻ്റെ ഭാഗമാക്കുക, എന്നിട്ട് അവരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടീമുകളാക്കി മാറ്റുക, പലയിടങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോവുക.